ഞാനൊരു കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട്. മനോഹരമായ പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാ. അനഘ ഫ്രീ ആണെങ്കിൽ നമുക്ക് അവിടെ വരെ ഒരു ട്രിപ്പ് പോയാലോ? വെറുതെ കോട്ടേജും പരിസരമൊക്കെ ഒന്ന് കാണാം, അത്രയേ ഉള്ളൂ. മഴക്കാലമല്ലേ, കമ്പിളി പുതയ്ക്കാൻ മാത്രം തണുപ്പുണ്ടവിടെ. പോയേക്കാൻ ഡോക്ടർ. കാര്യമായിട്ട് പറയണോ? പിന്നല്ലാതെ പോ. കൂടെ ഡോക്ടറുടെ ഭാര്യയും മോളെയും കൂടി ഒന്ന് വിളിച്ചോ. എനിക്കൊരു കൂട്ടാവുമല്ലോ. ഒരുപാട് തണുപ്പത്ത് ഇറങ്ങി നിൽക്കല്ലേ ഡോക്ടറെ, ചിലപ്പോഴേ ബ്ലഡ് ക്ലോട്ട് ആവും. നീണ്ടു നിവർന്ന മരക്കഷ്ണം പോലെ വിറങ്ങലിച്ച് കിടക്കുമ്പോ പുതയ്ക്കാൻ കമ്പിളി വേണ്ടി വരില്ല. വെള്ള പുതച്ച് കിടക്കുമ്പോ എന്തിനാ? ഹായ് ചേട്ടാ. എന്താ പതിവില്ലാത്തൊരു ഹായ് പറച്ചിൽ? അല്ല, ഒരു മര്യാദ. ഇതുവരെ ഇല്ലാത്ത മര്യാദയൊന്നും ഇനി കാണിക്കാൻ നിൽക്കണ്ട. മോള് പോയി ക്യാഷിലിരിക്കെ. ചെല്ല് ചെല്ല് ചെല്ല്. വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ. ആണോ? ഇത് നേരത്തെ അറിഞ്ഞത് ഞാൻ വരായിരുന്നേനെ. കഴിക്കല്ലേ? കഴിക്കാതെ പിന്നെ. ഇത് കാഴ്ച ബംഗ്ലാവൊന്നുമല്ലോ, ഹോട്ടൽ പഞ്ചരത്നം ആണല്ലോ. അതെ, ഇവിടെ അല്ലേ ഇട. അഖിലേ, ഇന്നത്തെ ക്യാഷിൽ ഒരു 10,000 രൂപ മാറ്റി വെച്ചേക്കണേ. പച്ചക്കറി മാർക്കറ്റിൽ കൊടുത്തുവിടാനാ. അല്ല ചേച്ചി, ഇയാൾ എന്തൊരു മനുഷ്യനാ. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഗുണത്തിനും പറ്റില്ല, ദോഷത്തിനും പറ്റില്ല. വെറുതെ അടി. ആതിര പറഞ്ഞ പോലെ അയാളുടെ ഒരു രീതി അത്. ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ലത്. ഇന്നലെ ചേച്ചിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ മോളെ? ആഹാരം കഴിക്കുമ്പോ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കരുത്. വായും തുപ്പലെറിയും. ഇന്നും ചോറ് വന്നിട്ടില്ലല്ലോ. കഴിച്ചിട്ട് പോയവരൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്റെ കുറ്റമല്ല. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയും എന്താ പടച്ചോറായിപ്പോ. അതിന് സാമ്പാറിൽ കായത്തിന്റെ അളവ് കൂടുതലാണ്. അതിന് സാമ്പാർ കഴിച്ചില്ലല്ലോ. മണം കേട്ടാ എനിക്കറിയാൻ പറ്റും. എന്തു കുറ്റം വേണേലും പറഞ്ഞോ. ഞങ്ങള് വഴക്കുണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ആതിരെ, ഇവിടെ നിന്നാലേ നോക്കി കൊതിയൂറിയെന്നും പറഞ്ഞ് അതിനും കേൾക്കേണ്ടി വരും. May I? Yes. ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയി അല്ലേ? അതെ. താങ്ക്സ്. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 2 ദിവസമായി. ആദ്യം അത്ര കാര്യാക്കില്ല, കൂടിയപ്പോഴെങ്ങോട്ട് പോന്നേ. ഒരു ഇഞ്ചക്ഷൻ കൂടിയുണ്ട്. ഇന്നലെ രാത്രിയിൽ വന്ന സിസ്റ്റർ ഇഞ്ചക്ഷൻ നിന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അവരുടെ മുഖം പോലെ തന്നെ ഭീകരമായിരുന്നു സൂചി കൊണ്ടുള്ള കുത്തും. പക്ഷേ ഈ മുഖം കണ്ടിട്ട് എനിക്കത്ര പേടിയൊന്നും തോന്നുന്നില്ല. ടീഷർട്ടിന് കൈയൊരൽപ്പം മാറ്റിക്കേ. വേദനിപ്പിക്കോ? എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ അത്ര ഭീകരമായിരിക്കില്ല, ഉറപ്പ്.